നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ മൈതാനത്ത് മായാജാലം തീർക്കുന്ന അസാമാന്യ പ്രതിഭയും ഡ്രിബ്ലിംഗ് മികവുമുള്ള ലോകോത്തര ഫുട്ബോൾ പ്രതിഭ. മെസ്സി, റൊണാൾഡോ എന്നിവർക്ക് ശേഷം ലോക ഫുട്ബോളിന്റെ സിംഹാസനം ഏറ്റെടുക്കാൻ പിറന്നവൻ എന്ന് വാഴ്ത്തപ്പെട്ട ഈ ബ്രസീലിയൻ താരം എതിരാളികളുടെ പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി നിർത്താനുള്ള കഴിവുകൊണ്ട് ഫുട്ബോളിനെ ഒരു കലാരൂപമാക്കി മാറ്റിയവനാണ്. എന്നാൽ ഈ അവിസ്മരണീയമായ കരിയറിന് എന്നും ഒരു പരിക്കുകളുടെ നിഴൽ വീഴാറുണ്ട്. നിർണായക മത്സരങ്ങളിലും സീസണുകളിലും അദ്ദേഹത്തെ ഗ്രൗണ്ടിൽ നിന്നും അകറ്റി നിർത്തുന്ന തുടർച്ചയായ പരിക്കുകളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വില്ലൻ. ഈ പരിക്ക് കാരണം പലപ്പോഴും തൻ്റെ കായികക്ഷമതയുടെ പരമാവധിയിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വരുന്നു. എങ്കിലും ഓരോ തവണയും വേദനയുടെ കയ്യൊപ്പുമായിച്ച അദ്ദേഹം നടത്തുന്ന വീരോചിതമായ തിരിച്ചുവരവുകൾ ഫുട്ബോളിനോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത അഭിനിവേശത്തെയും പോരാട്ട വീര്യത്തെയും ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നെയ്മർ തൻ്റെ കരിയറിൽ നേടിയ മികച്ച 5 ഗോളുകളെ കുറിച്ചാണ്. കേവലം 5 ഗോൾ കൊണ്ട് ഈ പ്രതിഭാസത്തെ വിവരിക്കാൻ സാധിക്കില്ലെന്നറിയാം. പറയാൻ പോകുന്ന ഗോളുകളേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട ഗോളുകൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നും അറിയാം. എന്നിരുന്നാലും ഞങ്ങൾക്ക് തോന്നിയ 5 മനോഹരമായ നിമിഷങ്ങളെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഗോൾ ബാഴ്സലോണ വേഴ്സസ് വിയ്യാറയൽ പോരാട്ടത്തിലാണ്. മത്സരത്തിൽ 2 ഗോളിന് ബാഴ്സലോണ മുന്നിട്ട് നിൽക്കുന്നു. മത്സരത്തിൻ്റെ 85-ാം മിനിറ്റിൽ എതിർ ടീമിൻ്റെ പിഴവിൽ നിന്നും പിടിച്ചെടുത്ത പന്തുമായി ലൂയിസ് സുവാരസ് ഇടത് വിങ്ങിലൂടെ ഒരു മിന്നലാട്ടം നടത്തുന്നു. എന്നിട്ട് ആ ബോൾ നേരെ നെയ്മറിലേക്ക് കൈമാറുന്നു. അറ്റ് ദ റൈറ്റ് ടൈം ആ പന്തിനെ സ്റ്റോപ്പ് ചെയ്ത് വിയ്യാറയലിൻ്റെ ഡിഫൻഡർമാരെയും ഗോൾ കീപ്പറെയും കബളിപ്പിച്ച് നെയ്മറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ വിയ്യാറയലിൻ്റെ പോസ്റ്റിൽ പതിക്കുന്നു. ആ മത്സരത്തിൽ 3-0 എന്ന സ്കോറിൽ ബാഴ്സലോണ വിജയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത് 2013-ൽ സ്പെയിൻ വേഴ്സസ് ബ്രസീൽ മത്സരത്തിലാണ്. ദാറ്റ് ഡേ ഹി ഡെസ്ട്രോയിഡ് ദ പവർഫുൾ സ്പാനിഷ് ടീം. ഒരു കാലത്ത് ലോക ഫുട്ബോൾ അടക്കി ഭരിച്ച ഒരു ടീം തന്നെയായിരുന്നു സ്പാനിഷ് പട. 2 യൂറോയും ഒരു വേൾഡ് കപ്പും ചൂടി ഫുട്ബോൾ ലോകത്ത് പകരം വെക്കാനില്ലാത്ത ശക്തമായ സ്ക്വാഡ്. എന്നാൽ ആ ടീമിനെയാണ് 2013-ലെ കോൺഫെഡറേഷൻസ് കപ്പിൻ്റെ ഫൈനലിൽ നെയ്മർ മുട്ടുകുത്തിച്ചത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഫ്രെഡിലൂടെ ബ്രസീൽ മുന്നിലെത്തുന്നു. ശേഷം സഹതാരം നീട്ടി നൽകിയ പന്തിനെ അന്നത്തെ ഗർജിക്കുന്ന ഡിഫൻഡേഴ്സായ റാമോസും പീക്കെയും ആൽബയും അടങ്ങിയ, കൂടാതെ ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പറായ ഐഗർ കസീസിനെയും വിറപ്പിച്ച് ഒരു ബുള്ളറ്റ് ഷോട്ടിലൂടെ നെയ്മർ സ്പെയിനിൻ്റെ വല കുലുക്കുന്ന കാഴ്ച. ആ മത്സരത്തിൽ നെയ്മർ മാൻ ഓഫ് ദി മാച്ച് ആവുകയും 2013-ലെ കോൺഫെഡറേഷൻസ് കപ്പ് ബ്രസീൽ ചൂടുകയും ചെയ്തു. മൂന്നാമത്തെ ഗോൾ പിറക്കുന്നത് ബ്രസീൽ വേഴ്സസ് ജർമ്മനി മത്സരത്തിലാണ്. 2016-ലെ റിയോ ഒളിമ്പിക്സ്. വെൻ ഹി വാസ് ഇൻ ഹിസ് 24. തൻ്റെ 24-ാം വയസ്സിൽ റിയോ ഒളിമ്പിക്സ് പോരാട്ടത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നത് എതിരാളികളുടെ അന്ധകരായ തങ്ങളെ 2014-ൽ തങ്ങളുടെ നാട്ടിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൽ 7-1 എന്ന കൂറ്റൻ സ്കോറിന് പരാജയപ്പെടുത്തിയ സാക്ഷാൽ ജർമ്മനി തന്നെയായിരുന്നു. ആ തോൽവിക്ക് പകരം വീട്ടാൻ പറ്റിയ ഒരവസരമായിരുന്നു 2016 ഒളിമ്പിക്സ്. അതിനാൽ എന്ത് വില കൊടുത്തും ജർമ്മനിയെ പരാജയപ്പെടുത്തണം എന്ന വാശിയിൽ നെയ്മറും സംഘവും സർവ്വസന്നാഹങ്ങളുമായി കളത്തിലിറങ്ങി. അങ്ങനെ മത്സരത്തിൻ്റെ 25-ാം മിനിറ്റിൽ പന്തുമായി മുന്നേറിയ നെയ്മറിനെതിരെ എതിർ ഡിഫൻഡർക്ക് ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ കിക്കെടുക്കാൻ നെയ്മർ തന്നെ മുന്നോട്ട് വരുന്നു. ബ്രസീൽ ജനതയുടെ പ്രതികാരത്തിൻ്റെയും പ്രതീക്ഷകളുടെയും എല്ലാം ഒരു നിമിഷം തന്നിലേക്ക് ആവാഹിച്ച് പോസ്റ്റിൻ്റെ ഇടതുമൂലയിലേക്ക് ആ പന്തിനെ നെയ്മർ വായിച്ചു വെക്കുന്നു. കമന്റേറ്റർ ആർത്തു വിളിച്ചു, സെൻസേഷണൽ, ബ്രില്യൻ ആൻഡ് ദ ഗ്ലോറിയസ് ഫ്രീ കിക്ക് ഫ്രം നെയ്മർ ഡാ സിൽവ സാന്റോസ് ആൻഡ് ഹി റിസീവ്ഡ് 4 ഗോൾ ഇൻ ദിസ് ടൂർണമെൻറ്റ്. അതെ, തങ്ങളെ പരാജയപ്പെടുത്തിയവർക്ക് മുമ്പിൽ ഒരു ബ്യൂട്ടിഫുൾ ഗോളിലൂടെ നേടി തൻ്റെ റിവെഞ്ച് മിഷൻ അവിടെ വെച്ച് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു. നാലാമത്തെ ഗോൾ പിറക്കുന്നത് 2017-ൽ ബാഴ്സ വേഴ്സസ് PSG ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലാണ്. ഇൻ 2017
Camp Nou. He showed up who is he. ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മത്സരമാണ് 2017 ബാഴ്സലോണ വേഴ്സസ് PSG പോരാട്ടം. ആ കംബാക്ക് ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല. അതായത് കളി കാണുന്ന ഒരു ഫുട്ബോൾ പ്രേമിയും ചിന്തിക്കാത്ത ഒരു റിസൾട്ടാണത്. ഒരു മാജിക് തന്നെയാണ് അവിടെ നടന്നത്. ആ മാജിക്കിൻ്റെ ചിറകിൽ മന്ത്രങ്ങൾ ഉരുവിട്ടതും ബ്രസീലിൻ്റെ സുൽത്താൻ സാക്ഷാൽ നെയ്മർ തന്നെയായിരുന്നു. ആ മത്സരത്തിൻ്റെ 88-ാം മിനിറ്റിൽ ബാഴ്സലോണക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് റഫറി വിധിക്കുന്നുണ്ട്. ഏതൊരു താരവും ഭയപ്പെടുന്ന, അതായത് അത്രയും പ്രഷറുള്ള സിറ്റുവേഷനിലും 1 ചാൻസ് 99% ഫെയ്ത്ത് എന്ന മന്ത്രം മനസ്സിൽ മന്ത്രിച്ച് നെയ്മർ ആ കിക്കെടുക്കാൻ വരുന്നു. ഒരുപക്ഷെ നെയ്മർ ആ കിക്കെടുക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. പിന്നീട് PSG ഡിഫൻസിനെയും ഗോൾ കീപ്പറെയും ഭേദിച്ച് ആ പന്ത് PSG വലയിൽ കിടക്കുന്നതാണ് ഫുട്ബോൾ പ്രേമികൾ പിന്നീട് കണ്ടത്. അഞ്ചാമത്തെ ഗോൾ പിറക്കുന്നത് 2017 ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പിൽ PSG വേഴ്സസ് യുവന്റസ് മത്സരത്തിലാണ്. ഇനി നമ്മൾ അവസാനമായി പറയാൻ പോകുന്നത് നെയ്മർ ജൂനിയർ തൻ്റെ കരിയറിൽ നേടിയ ഏറ്റവും മികച്ച ആ സുന്ദരമായ ഗോളിനെ കുറിച്ചാണ്. 2017 ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പിൽ തൻ്റെ സ്കില്ലും ഡ്രിബ്ലിംഗ് മികവും കളത്തിൽ അപ്ലൈ ചെയ്ത 1 അല്ല 2 അല്ല 3 4 ഡിഫൻഡർമാരെ കബളിപ്പിച്ച് അവസാനം ഗോൾ കീപ്പറെയും കാഴ്ചക്കാരനാക്കി നെയ്മർ സംഹാര താണ്ഡവമാടിയ യുവന്റസിന്റെ വലയിലേക്ക് ആ പന്തിനെ നിക്ഷേപിക്കുന്ന കാഴ്ചയാണ്.